ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. മസാല ബോണ്ട് കേസിൽ ED അന്വേഷണം തുടരാം. അന്വേഷണം തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിഡിയ, ഇപ്പോൾ സർക്കാരിന്റെ തിരിച്ചടിയാണ്. കേസിൽ ED അന്വേഷണം തുടരാമെന്നുള്ളൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? അമൃത, മസാല ബോണ്ട് കേസിൽ EDയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കിയിരുന്നു. അത് മുഖ്യമന്ത്രിയും ഒപ്പം മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ഒപ്പം കിഫ്ബി CEO KM എബ്രഹാമും കിഫ്ബിയും സമർപ്പിച്ച ഹർജിയിലായിരുന്നു. വിവിധ ഹർജികളിലായിരുന്നു ഒരു ഉത്തരവ്, അതായത് EDയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെ സിംഗിൾ ബെഞ്ച് നടപടി അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. അത് രാവിലെ ED വാദം ഹൈക്കോടതി കേട്ടിരുന്നു. ED മാത്രമല്ല, സർക്കാരും ഇതിൽ വിശദമായി തന്നെ വാദിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു സ്റ്റേ, അതായത് സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഡിവിഷൻ ബെഞ്ച് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് നിലവിൽ വന്നിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണ് ഈ ED നോട്ടീസ് സ്റ്റേ ചെയ്ത ഉത്തരവ് തടഞ്ഞിട്ടുള്ളത്. ഈ ED നൽകിയ അപ്പീലിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത്. രാവിലെ നടന്ന വാദത്തിൽ വിശദമായി തന്നെ ED ഇതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ഈ നടപടി, അതായത് സിംഗിൾ ബെഞ്ച് നടപടി, അത് അംഗീകരിക്കാനാവില്ല എന്നുള്ള തരത്തിലാണ് ED രാവിലെ വാദിച്ചിരുന്നത്. അതായത് കിഫ്ബിയുടെ ഹർജി അപക്വമാണ്, മാത്രമല്ല നിയമാനുസൃത നടപടികളുമായി മുന്നോട്ട് പോകാൻ അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിക്ക് സാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ED വാദിച്ചിരുന്നതും. ഈ ഫെമ നിയമം അനുസരിച്ച് നിയമപരമായിട്ടുള്ള അധികാരം ഈ തുടർ നടപടികൾ സ്വീകരിക്കാൻ EDക്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ ED ഹൈക്കോടതിയെ അറിയിച്ചു, ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. അതിനെ തുടർന്നാണ് വാദം കേട്ട ശേഷം ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. IFFK ഇന്ന് സമാപന ദിവസമാണ്. തിരുവനന്തപുരത്ത് സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റേത്. ഉദാഹരണത്തിന് ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. എന്താണ് കാരണം? ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് പുലബന്ധം പോലും ഇല്ലായിരുന്നു. സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ്പ് ഹോപ്പ്, ആ ഹിപ്പ് ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അത്. ഹിപ്പ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. ഇത് തിരിച്ചറിയാതെ ബീഫ് എന്ന് കേട്ടയുടൻ ഇവിടുത്തെ ബീഫാണ് എന്ന് കണക്കാക്കി അതിനെതിരെ വാളെടുക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എത്ര പരിഹാസ്യമായ കാര്യമാണ് ഇത് എന്ന് നോക്കുക. ഒടുവിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ബീഫല്ല ഇതെന്ന് മനസ്സിലായപ്പോഴാണ് അതുൾപ്പെടെയുള്ള സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകുന്നത്. മറ്റൊരു പ്രധാന സിനിമ പ്രദർശനാനുമതി നിഷേധിച്ചവയുടെ കൂട്ടത്തിലുണ്ട്. ലോക ക്ലാസിക്കായ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്ന സിനിമയാണിത്. വിഖ്യാത ചലച്ചിത്രകാരൻ ഐൻസ്റ്റീൻ്റെ ഈ സിനിമ ഇവിടെ തന്നെ എത്രയോ തവണ നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. മാത്രമല്ല, ചലച്ചിത്ര വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പഠിക്കുന്ന സിനിമ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ലോക സിനിമയെ പറ്റിയുള്ള കേന്ദ്ര ഭരണ സംവിധാനത്തിൻ്റെ IFFK സമാപന വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്.